friends, welcome back to Happy Moments. ഇന്ന് ഞാൻ കിച്ചണിലാണ്. അപ്പം എന്തായാലും കുക്കിംഗ് ആണെന്ന് മനസ്സിലായി കാണും. തമിഴിൽ നിങ്ങൾ കണ്ടു കാണും. ഏറ്റവും ഫേവറേറ്റ് നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യൻസിൻ്റെ അല്ല ഈവൻ ഫോറിനേഴ്സ് വരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇന്ത്യയിലെ ചിക്കൻ 65. അപ്പം അതിൻ്റെ പുറകെ കുറേ കഥകളുണ്ട്. ചിക്കൻ 65 എങ്ങനെയാണ് വന്നതെന്നൊക്കെ. അതൊന്നും ഞാൻ ഇപ്പം അതിൻ്റെ ഡീറ്റെയിലൊന്നും പോകുന്നില്ല. ബിക്കോസ് നമുക്ക് ചിക്കൻ 65 കഴിച്ചാൽ പോരെ, അതെങ്ങനെയാണ് വന്നതെന്നൊന്നും അറിയണ്ടല്ലോ. ഉഗ്രൻ റെസിപ്പിയാണ്. അപ്പം കണ്ടു നോക്കൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതിന് കുറച്ച് ചിക്കൻ വേണം, കുറച്ച് മസാലകൾ വേണം. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു 5 to 6 hours മാരിനേറ്റ് ചെയ്ത് 8 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്താൽ അത്രയും നല്ലത്. പക്ഷേ എനിക്ക് അതിനുള്ള സമയമില്ല. എനിക്ക് വൈകുന്നേരം ഉണ്ടാക്കണം. അപ്പം ഞാനിത് രാവിലെയാണ് ഒരു 10-10:30 ആയി. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം ആയിരിക്കും വറുക്കുന്നത്. അപ്പം കാണിച്ചു തരാം എങ്ങനെയാണ് മാരിനേഷൻ ഒന്ന് എൻ്റെ കൂടെ വന്ന് കണ്ടു നോക്കൂ. അപ്പം നമുക്ക് ഉണ്ടാക്കാം നല്ല ചിക്കൻ 65. അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോൾ എടുക്കുക. ആ ബോളിനകത്തോട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണ് കേട്ടോ മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ട മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി, പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി വലിയൊരു പീസ് ഇഞ്ചി, ഒരു 6-7 അല്ലി 10 അല്ലി എടുത്തോളൂ ചെറുതാണെങ്കിൽ, വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 പച്ചമുളക്, വലിയ എരിവില്ലാത്ത കേട്ടോ, ഒരു മീഡിയം എരിവുള്ളത് എല്ലാം കൂടി ചതച്ചെടുത്തിരിക്കുകയാണ്. അത് ഞാൻ അളന്നായിരിക്കും കേട്ടോ ഇടുന്നത്. ഞാൻ ഇത് ചതച്ച് വെച്ചു എന്നേ ഉള്ളൂ. 1, 2, ഒരു 2.5 അത്ര മതി, കൂടുതൽ വേണ്ട. അപ്പം അത് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പൊടികളാണ്. പിന്നെ അത് കൂടാണ്ട് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് കരിവേപ്പില ചതച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം നമുക്കൊരു കൈപ്പിടി നിറച്ച് കരിവേപ്പില എടുത്തിട്ട് അതൊന്ന് ചതച്ച് മീൻസ് ഒന്ന് ചതച്ച് കിട്ടാനേ പാടുള്ളൂ കേട്ടോ, ഒരുപാട് അരയാൻ പാടില്ല. അപ്പം ഇതൊരു 2 ടേബിൾ സ്പൂൺ വെച്ചോളൂ. ഓക്കെ. അത് പിന്നെ വേണ്ട നമുക്ക് മുളക് പൊടിയാണ്. അപ്പം അതിന് നമുക്ക് ഏകദേശം 2 ഹീപ്ഡ് സ്പൂൺ മുളക് പൊടി എടുത്തോളൂ. നിറച്ച് മുളക് പൊടി വേണം. പിന്നെ വേണ്ടത് നമുക്ക് ജീരകപ്പൊടിയാട്ടോ. ജീരപ്പൊടി നമുക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ടീസ്പൂൺ ജീരപ്പൊടി മതി. 1 ടീസ്പൂൺ നല്ലപോലെ കുമിച്ചെടുത്താൽ മതി. അപ്പം അതായി. പിന്നെ വേണ്ടത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെത് തീർന്നു പാക്കറ്റ്. ഏകദേശം 1.5 പാക്കറ്റ് 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി. പിന്നെ വേണ്ടത് നമുക്ക് ഉപ്പാണ് ഡെഫിനറ്റായിട്ടും. അപ്പോൾ ഉപ്പ് നമുക്ക് ആദ്യം ഒരു 1.5 ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൂടുതൽ വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ അതിൻ്റെ മെയിനായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗരം മസാല കേട്ടോ. ഗരം മസാല ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയായിരുന്നു. അപ്പം നമുക്ക് ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ കഷ്ടി മതി കേട്ടോ. അതിൽ കൂടുതൽ വേണ്ട, കൂടുതൽ കുത്തൽ വരും. അപ്പം അത് മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് തൈരാണ് കേട്ടോ. അപ്പം ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് തൈരുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ചിക്കൻ ആദ്യം ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇടും. ഞാനത് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതെനിക്ക് അറപ്പുള്ളൊരു കാര്യമാണ്. ഞാൻ ഒന്നാമത് വെജിറ്റേറിയൻ ആണ്. അപ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ 65. അത് കാരണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉപ്പ് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ഫ്ലേവേഴ്സ് നോക്കണമെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. നമുക്ക് ഇപ്പം എല്ലാം നമുക്ക് നോക്കി ആവശ്യത്തിന് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലേവർ നോക്കാമല്ലോ.
കുറച്ചുകൂടി ഉപ്പ് വേണം. ഇനി ചിക്കനും കൂടി ഇടാനുള്ള അല്ലേ? അപ്പം നിങ്ങൾ ഇടുമ്പോൾ 2 ടീസ്പൂൺ നിറച്ചിട്ടുള്ളൂ കേട്ടോ. ഉപ്പ് വേണ്ടി വരും. ഉപ്പില്ലാതെ എന്താ ടേസ്റ്റ് അല്ലേ? ഇപ്പം കറക്റ്റും ഉപ്പായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിക്കൻ ഇട്ട് കൊടുക്കും. പക്ഷെ ചിക്കൻ ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ചിക്കൻ ഞാൻ ബ്രസ്റ്റ് പീസ് വാങ്ങിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് സ്ലാൻറ്റ് ചെയ്ത് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ കഴുകിയിട്ട് അരിഞ്ഞിരിക്കുന്നത് ചെറിയ പീസസാണ്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ചെറിയ പീസസാണ്. അപ്പം ഇങ്ങനെ പീസാക്കിയിട്ട് നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി ആയിപ്പോകും കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് നല്ല പിഴിഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ, ചിക്കൻ ഞാൻ 800 ഗ്രാംസ് ലിഷ്യസ് എന്ന് പറഞ്ഞതിൻ്റെ ചിക്കൻ ബ്രസ്റ്റാണ് വാങ്ങിച്ചത്. അത് 400 ഗ്രാമാണ് ഒരു പാക്കറ്റിൽ വരുന്നത്. അങ്ങനെ ഞാൻ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുള്ളതാണ് ഈ നമ്മൾ റെസിപ്പി കാണിക്കുന്നത്. നമ്മൾ കഴുകി വെക്കുമ്പോൾ എപ്പോഴും ചിക്കനിൽ കുറച്ച് വെള്ളം വരുമല്ലോ, ആ വെള്ളം കളഞ്ഞിട്ടേ എടുക്കാവൂ. എന്നിട്ട് നമ്മൾ നല്ല പോലെ മാരിനേറ്റ് ചെയ്തങ്ങ് വെക്കുക. ഇനി ഇതിൻ്റെ അകത്ത് 2-3 ഇൻഗ്രീഡിയൻറ്റ് വറുക്കുമ്പോൾ നമുക്ക് ചേർക്കാനുണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് കോൺഫ്ലവറും അരിപ്പൊടിയും കൂടിയാണ്. അതിൻ്റെ അളവുകൾ ഞാൻ അതിടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് മാരിനേഷന് മുമ്പ്, ഇതാണ് നമ്മുടെ മാരിനേഷൻ. ഇത് നല്ല പോലെ ഇരുന്ന് മാരിനേറ്റ് ആവണം. മറ്റേതൊക്കെ നമ്മൾ വറുക്കാറാവുമ്പോൾ ഇട്ടാൽ മതി. അപ്പം കണ്ടോ, നല്ല മാരിനേഷൻ ആയിട്ടുണ്ട്. ഇത് നമ്മൾ അടച്ച് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഫ്രീസറിൽ വെക്കണ്ട, നമ്മൾ നമ്മുടെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. അപ്പം അതങ്ങനെ ഇരുന്ന് മാരിനേറ്റ് ആയിക്കോളും. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. വറുക്കാവുന്ന സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കായിരുന്നു കേട്ടോ. കുറേ നേരമായി ഇരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, വറക്കാൻ നേരത്ത് ആഡ് ചെയ്യേണ്ട 2-3 ഇൻഗ്രീഡിയൻസ്. 2-3 ഒന്നുമില്ല, 2 ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ കേട്ടോ. അപ്പം അതിൽ കോൺഫ്ലവർ ആണ്. നമുക്കൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം. നല്ല കോട്ടിങ് വേണം ഇതിന്. നല്ല കോട്ടിങ് ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മതിയാവും.
നല്ല കോട്ടിംഗ് ഇല്ലെങ്കിൽ ഇത് ശരിയാവില്ല. നല്ല കോട്ടിംഗ് വേണം, തിക്ക് കോട്ടിംഗ് വേണം. നല്ല തിക്ക് കോട്ടിംഗ് ആയിട്ടുണ്ട്. ഇപ്പം വേണ്ട, ഓരോ കഷ്ണം എടുക്കുമ്പോൾ അത് നല്ല പോലെ കോട്ടഡാണ്. അങ്ങനെ വേണം കേട്ടോ നമുക്ക്. അപ്പം ഇത് നമ്മൾ റെഡിയാണ്. ഇനി ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്യാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. എണ്ണയിൽ മുങ്ങി കിടക്കട്ടെ. നല്ലപോലെ നല്ല വറുത്ത് കിട്ടണം. ഒന്ന് മറിച്ചിടാം. മറിഞ്ഞ് കിടക്കട്ടെ കുറച്ച് നേരം. നല്ല ക്രിസ്പായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇട്ട് വയ്ക്കും. ക്ലിപ്പ് ഇട്ട് വയ്ക്കും. അപ്പൊ ഇതേ ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി അതേ ബോളിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചുമന്ന മുളകും കൂടി പുരട്ടിയെടുത്തു. അതും കൂടി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഉണ്ട്. അച്ഛനൊരു കറിവേപ്പില ഇഷ്ടമല്ല. കറിവേപ്പില ഇതിനകത്തുണ്ട്. അതിനകത്ത് ചതച്ച് ചേർത്തിട്ടുണ്ട്.
പോരാൻ പറ്റില്ലേ? ഇങ്ങനെ കോരി എടുത്തിട്ട് ഇല്ല പുറത്തോട്ടിടുക. അടിപൊളിയല്ലേ? റെഡി. ഇനി 2-3 നാരങ്ങയും കൂടി കട്ട് ചെയ്ത് സൈഡിൽ വെച്ചാൽ പിഴിഞ്ഞ് വയ്ക്കാം. നാരങ്ങയും കൂടി കട്ട് ചെയ്ത് വയ്ക്കുന്നത്. മതിയല്ലേ? അടിപൊളി ചിക്കൻ 65 റെഡി. ഒരു ഫോട്ടോ